ഒരു ഡിസ്ക് ബൾജ് ഞാൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഞാനൊരു 1 or 2 വീക്സ് പേഷ്യൻ്റെ അടുത്ത് മാക്സിമം റെസ്റ്റ് എടുക്കാൻ പറയും. 1 to 2 വീക്സ് ബെഡ് റെസ്റ്റ് മാക്സിമം, എല്ലാ സ്ട്രെയിൻ ആക്ടിവിറ്റീസും മാറി നിൽക്കാൻ പറയും. അതിന് കൂടെ തന്നെ ഫിസിയോതെറാപ്പി, അതായത് നമ്മൾ ചൂട് പിടിക്കുന്ന ഫിസിയോതെറാപ്പി ഉണ്ട്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ വെച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് പെയിൻ കുറയ്ക്കുന്ന ഫിസിയോതെറാപ്പികളുണ്ട്. അതിൻ്റെ കൂടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് നമ്മൾ തരും. ബെഡ് റെസ്റ്റും എടുത്ത് ഒരു 1 or 2 വീക്സിനുള്ളിൽ നമ്മൾ പെയിൻ മാറ്റിയതിന് ശേഷമാണ് ഞാൻ യൂഷ്വലി പതുക്കെ പ്രോഗ്രസീവ് ഓവർലോഡായിട്ട് പറഞ്ഞ് സ്പൈൻ ബാക്ക് മസിൽ സ്ട്രെങ്തിന് എക്സസൈസ് ചെയ്യാറുള്ളത്. സോ എപ്പോഴും ആദ്യമേ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുക, ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി, ഞാൻ പറയും ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉള്ള ഫിസിയോതെറാപ്പി ചെയ്യുക, മെഡിസിൻസ് കഴിക്കുക, വേദന കുറയ്ക്കുക. അതാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. എന്നാൽ ചില ആൾക്കാരിൽ എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത സിറ്റുവേഷനിൽ നമുക്ക് വേറെ ചെയ്യാവുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പിഡൂറൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് നട്ടലുകൾ പല ലെയറുണ്ട്, അതിൻ്റെ ഒരു ലെയറാണ് എപ്പിഡൂറൽ സ്പേസ്. ആ ലെയറിലോട്ട് നമ്മൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്ത് അത് അഡ്മിറ്റായിട്ട് ചെയ്യേണ്ട പ്രൊസീജിയറാണ്. അങ്ങനെ ചെയ്താലും വേദന മാറാൻ ഒരു ഓപ്ഷനാണ്.